പെർഫോമൻസ് സ്കൂട്ടറുകൾ നമ്മൾ മലയാളികൾ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് അധിക കാലമൊന്നുമായിട്ടില്ല. നമ്മൾ മലയാളികൾ മാത്രമല്ല, ഇന്ത്യക്കാരും. കൈനറ്റിക് ബ്ലേസ് പോലുള്ള മോഡലുകൾ ഇന്ത്യയിൽ ഇറക്കി പരാജയം ഏറ്റുവാങ്ങിയവരാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ആ ഒരു പെർഫോമൻസ് സ്കൂട്ടറിന്റെ ഒരു അപ്ഡേറ്റ് ആണ്. ഞാൻ അഭിജിത്ത് വിജി, വെൽക്കം ടു റിവ്യൂവേഴ്സ് മലയാളം. കൈനറ്റിക് ബ്ലേസ് ആണ് ആ ഒരു പെർഫോമൻസ് സെഗ്മെന്റിൽ ഇന്ത്യയിലേക്ക് വന്ന ആദ്യത്തെ സ്കൂട്ടർ എന്ന് പറയുന്നത്. മറ്റ് സ്കൂട്ടറുകളെല്ലാം ഏകദേശം 100 cc താഴെയുള്ള സ്കൂട്ടറുകളായിരുന്നു. പിന്നീട് അവിടെ നിന്ന് 110 cc അതിനുശേഷം 125 cc ആ ഒരു സെഗ്മെന്റ് മാറിയത്. 125 cc ആദ്യത്തെ ഒരു മാക്സി സ്കൂട്ടർ കൊണ്ടുവന്നത് സുസുക്കി ബർഗ്മാൻ ആയിരുന്നു. ബർഗ്മാൻ എന്ന അവരുടെ ഒരു ഐക്കോണിക് ഗ്ലോബൽ മോഡലായ 680 cc മോഡലിന്റെ ഒരു മിനിയേച്ചർ വെർഷൻ ആയിരുന്നു ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. ഞാൻ പേഴ്സണലി ഉപയോഗിച്ച വാഹനമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മാക്സി സ്കൂട്ടറാണ് സുസുക്കി ബർഗ്മാൻ 125. പിന്നീട് 150 സെഗ്മെന്റിലേക്ക് യമഹ അവരുടെ എയറോക്സ് എന്ന് പറയുന്ന ഒരു മാക്സി സ്കൂട്ടറിനെ ലോഞ്ച് ചെയ്തു. ഒരു സ്പോർട്ടി പെർഫോമൻസ് സ്കൂട്ടർ ആയിരുന്നു അത്. നമ്മൾ നിലവിൽ കണ്ട് പരിചയിച്ച ഒരു ഫ്ലാറ്റ് ഫ്ലോർ ബോർഡ് സെറ്റപ്പിൽ നിന്നൊക്കെ മാറി ഒരു സെൻട്രൽ ടണലോട് കൂടിയ ഒരു മോഡലാണ് യമഹ അവതരിപ്പിച്ചത്. എന്നാൽ ഇതിനിടയ്ക്ക് പലതവണ അപ്രീലിയ എന്ന് പറയുന്ന ബ്രാൻഡ് 125 സെഗ്മെന്റിലും 150 സെഗ്മെന്റിലും 160 സെഗ്മെന്റിലും ഒക്കെ പല പെർഫോമൻസ് സ്കൂട്ടറുകളും ലോഞ്ച് ചെയ്തു. കുറച്ചധികം എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ കാര്യമായ സെയിലില്ലെങ്കിലും കുറച്ചധികം യൂണിറ്റുകളൊക്കെ ഇന്ത്യയിൽ വിറ്റുപോയിട്ടുണ്ട്. സ്റ്റിൽ ആ ഒരു സ്റ്റൈൽ അവർ കണ്ടിന്യൂ ചെയ്യുന്നുമുണ്ട്. പിന്നീട് യമഹ എയറോക്സ് 155 ഡയറക്റ്റ് കോമ്പറ്റീഷനുമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് സൂം 160 എന്ന് പറയുന്ന ഒരു അഡ്വഞ്ചർ ടൈപ്പ് മാക്സി സ്കൂട്ടറാണ്. നമ്മൾ ഈ വീഡിയോയിൽ അതിനെപ്പറ്റിയുമല്ല സംസാരിക്കുന്നത്. ഏറ്റവും റീസെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഹോണ്ട അവരുടെ എയർ ബ്ലേഡ് എന്ന് പറയുന്ന ഒരു മാക്സി സ്കൂട്ടറിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ്. വിയറ്റ്നാമിലും തായ്ലൻഡിലും ഇന്തോനേഷ്യയിലും ഒക്കെ സുലഭമായി കാണുന്ന ഒരു മോഡലാണ് ഹോണ്ട എയർ ബ്ലേഡ്. കൂടുതലും അവിടെ ട്രിപ്പ് പോയിട്ടുള്ളവരൊക്കെ പലപ്പോഴും റെൻറ്റിന് പോലും ആ ഒരു വാഹനം ഉപയോഗിച്ചിട്ടുണ്ടാവും. എയർ ബ്ലേഡിന് 125 വേരിയൻറ്റും 160 വേരിയൻറ്റും ഉണ്ട്. ഇന്ത്യയിലേക്ക് വരുന്നത് ഏത് വേരിയൻ്റ് ആണ് നിലവിൽ കൺഫേം അല്ല. 160 വേരിയൻറ്റിനാണ് കൂടുതൽ സാധ്യത. നിലവിൽ ഹോണ്ട എയർ ബ്ലേഡ് എന്ന് പറയുന്ന ആ ഒരു വാഹനത്തിൻ്റെ ഡിസൈനാണ് ഇന്ത്യയിൽ പേറ്റന്റ് എടുത്തിരിക്കുന്നത്. 125 സെഗ്മെൻറ്റിനും 160 സെഗ്മെൻറ്റിനും ഒരേ ഡിസൈൻ DNA തന്നെയാണ് കമ്പനി നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ എയർ ബ്ലേഡ് എന്ന പേര് പോലെ തന്നെ ആ ഒരു പേരിനോട് കൂറ് പുലർത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയാം. വളരെ തിക്കായിട്ടുള്ള ഫ്രണ്ട് ഏപ്രോണും സൈഡ് ഫെയറിങ്സും എല്ലാം കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഡ്യുവൽ സെറ്റപ്പ് LED ഹെഡ്ലാമ്പ് യൂണിറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതിന് മുകളിലായി ആ ഹെഡ്ലാമ്പ് യൂണിറ്റ് മുകളിലായിട്ട് ആ ഒരു ഏപ്രനോട് സെറ്റപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഏപ്രനോട് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് LED ഇൻഡിക്കേറ്റേഴ്സും നൽകിയിട്ടുള്ളത്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു ഫ്ലാറ്റ് ഫ്ലവർ ബോർഡ് ഇവിടെ കാണാൻ പറ്റില്ല. പകരം നൽകിയിരിക്കുന്ന ഒരു സെൻട്രൽ ടണലാണ്. യമഹ എയറോക്സിലൊക്കെ കാണുന്ന പോലെ ഒരു സെൻട്രൽ ടണലാണിത്. ആ ഒരു യൂണിറ്റിൽ തന്നെയാണ് ഫ്യൂവൽ ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. 4.4 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു ഫ്യൂവൽ ടാങ്കാണ് ഈ ഒരു സ്കൂട്ടറിൽ വരുന്നത്. റിയറിലേക്ക് വരുമ്പോഴും നമുക്ക് ആ മുന്നിൽ കണ്ട പോലുള്ള ഒരു ഷാർപ്പ് എഡ്ജസ് എല്ലാം ഇവിടെയും കാണാൻ പറ്റും. സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 775 mm, ഗ്രൗണ്ട് ക്ലിയറൻസ് 142 mm. റിയറിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു സീറ്റിൻ്റെ കാര്യത്തിൽ തന്നെ പിലിയൻ സീറ്റ് കുറച്ച് ഹൈറ്റിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് സ്റ്റൈൽ ഓഫ് സീറ്റിംഗ് ആയിരിക്കും ഈ ഒരു വാഹനത്തിന് വരിക. 23.2 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു മാസീവ് അണ്ടർ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അവിടെ തന്നെ ഒരു USB ചാർജിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞില്ല, സെൻട്രൽ ടണലിലേക്ക് ആ ഒരു ഫ്യൂൽ ടാങ്ക് മാറ്റിയത് കൊണ്ട് തന്നെ കൂടുതൽ അണ്ടർ സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുതലായിട്ട് ഈ ഒരു വാഹനത്തിൽ ലഭിക്കും. യമഹ എയറോക്സിലും ഇതുപോലൊരു കാര്യം തന്നെയാണുള്ളത്. മുന്നിൽ ടെലിസ്കോപ്പിക് ഫോർക്സ് അപ്രണ്ട് സസ്പെൻഷനാണ് വരുന്നത്. റിയറിലേക്ക് വരുമ്പോൾ അത് ട്വിൻ ഷോക്ക് ആയിട്ട് മാറുന്നുണ്ട്. 14 ഇഞ്ചിൻ്റെ അലോയ് വീൽസാണ് വരുന്നത്. മുന്നിൽ ഡിസ്ക് ബ്രേക്കുകളും റിയറിലേക്ക് വരുമ്പോൾ ഡ്രം ബ്രേക്കുമാണ് ഈ ഒരു വാഹനത്തിനുള്ളത്. മാത്രമല്ല സിംഗിൾ ചാനൽ ABSും നൽകിയിട്ടുണ്ട്. 113 കിലോഗ്രാമാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഭാരമെന്ന് പറയുന്നത്. മാത്രമല്ല 142 mm ഗ്രൗണ്ട് ക്ലിയറൻസും പ്രൊവൈഡ് ചെയ്യുന്നു. വീൽ ബേസ് എന്ന് പറയുന്നത് 1286 mm ആണ്. നേരത്തെ പറഞ്ഞ പോലെ 125 വേരിയൻറ്റും 160 വേരിയൻറ്റും ഉണ്ട്. ഇന്ത്യയിൽ 160 വേരിയൻറ്റിനാണ് കൂടുതൽ സാധ്യത. കാരണം നിലവിൽ 125 സെഗ്മെൻറ്റിൽ ഹോണ്ടയ്ക്ക് ആവശ്യത്തിലധികം വാഹനങ്ങളുണ്ട്. 125 cc സെഗ്മെൻറ്റിലാണ് വാഹനം വരുന്നതെങ്കിൽ 124.8 cc ഉള്ള ഒരു സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് വരുന്നത്. ഈ ഒരു എഞ്ചിൻ 11.8 ഹോഴ്സ് പവറും 11.3 Nm ടോർക്കുമാണ് ഔട്ട്പുട്ട് തരുന്നത്. എന്നാൽ 160 cc സെഗ്മെൻറ്റിലേക്ക് വരുമ്പോൾ 156.9 cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ തന്നെയാണ് ഇവിടെ. 15.2 ഹോഴ്സ് പവറും 14.8 Nm ടോർക്കുമാണ് ഈ എഞ്ചിൻ ഡെലിവർ ചെയ്യുന്നത്. ഓവറോൾ ഈ ഒരു വാഹനത്തിന് LED ലൈറ്റിംഗ് സെറ്റപ്പുകളാണ് വരുന്നത്. മാത്രമല്ല ഒരു ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ വരുന്നുണ്ട്. കീലെസ് എൻട്രി വരുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. മാത്രമല്ല ഓവറോൾ ഒരു പ്രീമിയം ഫിനിഷോട് കൂടിയ ഡിസൈനാണ് വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. ഹോണ്ട എയർ ബ്ലേഡിൻ്റെ 160 cc വേരിയൻറ്റിന് കമ്പനി ക്ലെയിം ചെയ്യുന്ന ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 44.8 km/L ആണ്. ഹോണ്ട ആയതുകൊണ്ട് നമുക്കൊരു 35-നും 40-നും ഇടയ്ക്ക് ഒരു ഫ്യൂൽ എഫിഷ്യൻസി ലഭിക്കും എന്ന് പ്രതീക്ഷിക്കാം. 125 cc ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ മേ ബി ഒരു 50-നോട് അടുപ്പിച്ച് ഒരു ഫ്യൂൽ എഫിഷ്യൻസി നമുക്ക് കിട്ടിയേക്കാം. 125 cc മോഡലും അതേപോലെ തന്നെ 160 cc മോഡലും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ ഏകദേശം 1.45 ലക്ഷം രൂപ മുതൽ 1.85 ലക്ഷം രൂപ വരെ ഒരുപക്ഷെ ഈ ഒരു വാഹനത്തിൻ്റെ വില എക്സ്ഷോറൂം പോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും യമഹ എയറോക്സ് 155നും സൂം 160ക്കും ഒരു കോമ്പറ്റീഷനായിട്ട് തന്നെയായിരിക്കും ഈ ഒരു വാഹനം അല്ലെങ്കിൽ 160 വേരിയൻറ്റ്, പ്രത്യേകിച്ചും 160 വേരിയൻറ്റ് വരുന്നത്.
അപ്പോൾ ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? 2022 മുതൽ ഈ ഒരു വാഹനം ഇന്ത്യയിൽ വരുമെന്ന് റൂമർ ഉള്ളതാണ്. 4 വർഷം എടുത്തു അതിൻ്റെ ഒരു ഡിസൈൻ ഇന്ത്യയിൽ പേറ്റൻ്റ് എടുക്കാൻ. ഇനി എത്ര നാൾ കാത്തിരിക്കണം എന്നൊരു കറക്റ്റ് ഒരു ഇൻഫർമേഷൻ നമുക്കില്ല. മേ ബി ഒരു 2027 ആദ്യത്തോടെയെങ്കിലും ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ലോഞ്ച് ഒഫീഷ്യലി ഇന്ത്യയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണ് ഇത്തരത്തിലൊരു പെർഫോമൻസ് മാക്സി സ്കൂട്ടറിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പെർഫോമൻസ് സ്കൂട്ടർ നിലവിൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കൂടെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഹോണ്ട എയർ ബ്ലേഡ് 125 ഓർ 160 പറ്റിയുള്ള ഈ ഒരു ഫീച്ചേഴ്സ് അറിഞ്ഞതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുക. സ്റ്റേ ട്യൂൺഡ് വിത്ത് us ഫോർ മോർ വീഡിയോസ്.